ദിലീപ്, ഇതിലിപ്പോൾ ജനറൽ സെക്രട്ടറി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കാണാനായി പെരുന്നയിലേക്ക് വന്നവർ ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ PJ കുര്യൻ, അവിടുത്തെ MP കൊടിക്കുന്നിൽ സുരേഷ്, ഇവരൊക്കെ എല്ലാ കാലത്തും NSSന്റെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണ്. അല്ലെങ്കിൽ പെരുന്നയിലൂടെ പോകുമ്പോൾ ഇവിടെ കയറി എന്നോട് സംസാരിക്കാറുള്ളവരാണ്. അവർ വന്നതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അസ്വാഭാവികത ഞാൻ കാണുന്നില്ല. അവരോട് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. തന്നെയല്ല, ആരെങ്കിലും ചുമതലപ്പെടുത്തി അവരിങ്ങോട്ട് വന്നതാണെന്ന് കരുതുന്നതുമില്ല. അപ്പോൾ ആ കൂടിക്കാഴ്ചയിൽ ഒരു തരത്തിലും ഒരു അസ്വാഭാവികത ഇല്ല. തന്നെയുമല്ല, അവരോടൊക്കെ എന്ത് അനുനയമാണ്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാണ് G. സുകുമാരൻ നായർ പറയുന്നത്. അപ്പോൾ അത്തരം ചർച്ചയ്ക്ക് ആയി ആരും ഇങ്ങോട്ട് വരണ്ട എന്നതാണ് അദ്ദേഹത്തിൻ്റെ പരോക്ഷമായ ഒരു സൂചന. അതാണ് ഈ സംസാരത്തിനിടെ അദ്ദേഹം പങ്കുവയ്ക്കാൻ ശ്രമിച്ച അപ്പോയിൻമെൻ്റ് എടുത്ത് എന്തെങ്കിലും ഒരു വിഷയം സംസാരിക്കാൻ ഇങ്ങോട്ടാരും വരണ്ട എന്നൊരു സൂചന പ്രതികരണങ്ങളിൽ ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിനും അല്ലെങ്കിൽ BJP നേതൃത്വത്തിനുമൊക്കെ നൽകുന്ന ഒരു സന്ദേശം കൂടിയായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, വിലയിരുത്താം, അല്ലേ? വിജയകുമാർ, തീർച്ചയായും G. സുകുമാരൻ നായർ വിജയകുമാറുമായി സംസാരിച്ചപ്പോൾ തന്നെ ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ NSS ആസ്ഥാനത്ത് പെരുന്നയിലെത്തി G. സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കളായ PJ കുര്യൻ, കൊടിക്കുന്നിൽ സുരേഷ്, അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇങ്ങനെയുള്ള ഏതാനും ചില നേതാക്കളാണ്. ഇവരാരും കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി ചുമതലപ്പെടുത്തി വന്നവരല്ല. ആ നിലയിലുള്ള ഉയർന്ന പദവികൾ വഹിക്കുന്ന നേതാക്കന്മാരുമല്ല. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകൾക്ക് ഇവർ NSS നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാക്കളാണ്. അവർ അനൗപചാരികമായുള്ള ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും ഒക്കെയായി പെരുന്നയിലെത്താറുണ്ട്. അതിനപ്പുറത്തേക്കൊരു അസ്വാഭാവികമായോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള വലിയ പ്രാധാന്യമോ NSS നേതൃത്വം ഈ കൂടിക്കാഴ്ചയ്ക്ക് നൽകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ നടത്തുന്ന ഈ അനൗപചാരികമായിട്ടുള്ള അനുനയ ശ്രമങ്ങൾക്ക് NSS നേതൃത്വം വഴങ്ങുന്നില്ല എന്ന കാര്യമാണ് G. സുകുമാരൻ നായർ അടിവരയിട്ട് വ്യക്തമാക്കുന്നത്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ NSS എടുത്തിട്ടുള്ള നിലപാടുണ്ട്. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടൊക്കെ എടുത്തിട്ടുള്ള നിലപാടുകളിൽ ശരിദൂരം എന്നതാണ് NSS സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതായത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ നടത്തുന്ന അനൗപചാരിക ചർച്ചകൾക്ക് NSS നേതൃത്വം വഴങ്ങുന്നതേയില്ല. വിജയകുമാർ, യെസ്, അതുതന്നെയാണ്. കോൺഗ്രസിനോട് തൽക്കാലം അങ്ങനെ അവരുടെ അനുനയ ചർച്ചകൾക്ക് NSS ഇരിക്കുന്നില്ല. ആ ചർച്ചകൾക്കായി ആരും പെരുന്നയിലേക്ക് വരണ്ട എന്നത് തന്നെയാണ് G. സുകുമാരൻ നായർ പറയാൻ ശ്രമിക്കുന്നതും നൽകാൻ ശ്രമിക്കുന്ന സന്ദേശവും. അതേസമയം കരയോഗങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ പ്രതിഷേധങ്ങളെ അവഗണിക്കുക, അതിന് പിന്നിൽ സമുദായ വിരുദ്ധരും രാഷ്ട്രീയ താല്പര്യമുള്ളവരുമാണ്. അതിനെ ആ നിലയ്ക്ക് തന്നെ കാണുന്നുള്ളൂ. NSS ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ നിൽക്കുന്നുണ്ട് എന്നതാണ് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ അവകാശവാദം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.